ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ആലോവേര സ്ക്രബായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളൊരു ഫ്രഷ് ആലോവേര കട്ട് ചെയ്തെടുത്ത് ഇത് 2 ദിവസമെങ്കിലും നിങ്ങളിതിൻ്റെ മഞ്ഞ കളർ പോകാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മളൊരു ആലോവേര ഒരു ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ട് അതിനെ ഇങ്ങനെ ചെത്തി മിനുക്കിയെടുക്കുവാണ്. ഇതിൻ്റെ അകത്ത് ജെല്ലെടുക്കണം നമുക്ക്. അപ്പം ഞങ്ങൾ ആദ്യം ഒന്ന് കത്തിയൊക്കെ വെച്ചിട്ടൊന്ന് ജെല്ലെടുക്കാൻ നോക്കിയെങ്കിലും അത് അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആയില്ല. എന്നാലും ഞങ്ങൾ മാക്സിമം ആദ്യത്തെ പീസിൽ നിന്ന് കത്തി കൊണ്ട് തന്നെ ജെല്ലെടുക്കാൻ നോക്കി കേട്ടോ. എന്നിട്ടും എനിക്കത്തേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. അന്നേരമാണ് ആളെൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു സ്പൂൺ എടുത്തിട്ട് വരാൻ. അന്നേരം ഞാൻ അകത്ത് പോയിട്ടൊരു സ്പൂൺ എടുത്തുകൊണ്ട് വന്നു. സ്പൂണും കൊണ്ട് അരച്ചപ്പോൾ അതേ നല്ല ഭംഗിയായിട്ട് എല്ലാം അവിടെ കല്ലിൽ വന്നു. ഇനി ഇതൊന്ന് പേസ്റ്റ് ആക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ എന്നാൽ പിന്നെ കല്ലുകൊണ്ട് തന്നെ ഒന്ന് ഇടിച്ച് അതൊന്ന് പേസ്റ്റ് ആക്കാൻ വേണ്ടി നോക്കി. കല്ലിലര അങ്ങോട്ട് ശരിയായില്ല. നിങ്ങൾക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ, നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടാൻ. ഇതൊക്കെ കണ്ട് അമ്മ വന്നിട്ട് പറഞ്ഞു, എന്തിനീ പാടൊക്കെ എത്തിക്കണേ, ഇതും കൂടെ ഒന്ന് നിങ്ങളെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇങ്ങനെ ചെയ്തപ്പോൾ വലിയ കട്ടകളൊന്നും ഇല്ലാണ്ട് ഇതിൻ്റെ ജ്യൂസ് അങ്ങോട്ട് കിട്ടി. അതിനുശേഷം ഞങ്ങൾ അധികം നേരം പുറത്തൊന്നും നിൽക്കാൻ പോയില്ല. കല്ലൊക്കെ കഴുകി നേരെ അകത്തേക്ക് പോന്നു. ഇനിയാണ് നമ്മുടെ പൊടിക്കൈകൾ വരുന്നത്. അതിനായിട്ട് നമ്മൾ ആലോവേര ഒരു കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ തേനും കൂടെ ഒഴിക്കുക കേട്ടോ. ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സ്ക്രബാണ് ഞങ്ങൾക്ക്, കാരണം ഞങ്ങൾ കുറേ നാളായിട്ട് ഈ ഒരു സ്ക്രബാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളൊരു ഇച്ചിരി കാപ്പിപ്പൊടി, ഒരു 1/2 സ്പൂൺ കാപ്പിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ടേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സ്ക്രബ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പാച്ച് ടെസ്റ്റിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇനി നമ്മൾ അതിലേക്ക് ലേശം അരിപ്പൊടിയും കൂടി ചേർക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ സ്ക്രബിൻ്റെ മെയിൻ ഐറ്റം. അരിപ്പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ലോണം കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ ശരിക്കും ഇളക്കി നമ്മളൊന്ന് അതിനെ ഫൈൻ പേസ്റ്റ് ആക്കണം. ഇനി നമുക്ക് മുഖത്തൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മൾ എന്ത് മുഖത്ത് തേച്ചാലും, പാക്കായാലും സ്ക്രബായാലും ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് തേക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം നല്ലോണം നമ്മൾ ഫേസ് മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഒന്ന് ഡ്രൈ ആവണ വരെ ഒന്ന് മുഖത്ത് വെച്ചുകൊണ്ടിരുന്നാൽ മതി. അത് കഴിഞ്ഞ് നല്ലോണം വാഷ് ചെയ്ത് കളയാം. ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് തന്നെ ഇതിന് കിട്ടും. അപ്പോൾ അപ്ലൈ ചെയ്തതിനായിട്ട് വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കിതൊന്ന് ജെൻറ്റിലായിട്ട് പതുക്കെ വിരലുകൾ കൊണ്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങളെല്ലാവരും ഈ ഫേസ് സ്ക്രബ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളുടെ അടുത്ത് പറയണം കേട്ടോ. ഇതെന്തായാലും നല്ലൊരു എഫക്റ്റീവാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.